ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മുസ്ലിം, അതായത് അറബി വാക്കിൽ നമ്മൾ എങ്ങനെ സ്റ്റാറ്റസ് നിർണ്ണയിക്കും എന്നുള്ളതാണ്. ഇന്ന് ആ മുസ്ലിം ചാർട്ട് പഠിച്ചതിന് ശേഷം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന് ശേഷമുള്ളത് ലൈറ്റും ഹെവിയും ആയ വാക്കുകളെ കുറിച്ചാണ്. അതായത് ഒരു വാക്ക് നമ്മൾ പഠിച്ച മുസ്ലിം ചാർട്ട് അനുസരിച്ചാണെങ്കിൽ ആ വാക്ക് നോർമലായ ഒരു വാക്കാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വാക്കിനെ നമ്മൾ ലൈറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ, അതിന്റെ ഭാരം കുറക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു ചാർട്ട് നോക്കുക. അതായത് മുസ്ലിമുൻ, മുസ്ലിമുൻ, മുസ്ലിമൻ, മുസ്ലിമിൻ, മുസ്ലിമൻ, മുസ്ലിമിൻ എന്നാണ്. മുസ്ലിമുൻ, മുസ്ലിമൻ, മുസ്ലിമിൻ എന്നുള്ള സൗണ്ട്, എന്നുള്ള സൗണ്ട് നമ്മൾ കുറച്ചിട്ട് മുസ്ലിമൂന്നാക്കി. അതായത് ഡബിൾ തൻവീൻ ഉള്ളത്, ഡബിൾ ദമ്മ ഉള്ളത് സിംഗിൾ ദമ്മയാക്കി മാറ്റി. താഴെ കാണാം മുസ്ലിമൂന്നാക്കി മാറ്റി. അതേപോലെ മുസ്ലിമാന്നാക്കി മാറ്റി, മുസ്ലിമീന്നാക്കി മാറ്റി. അവസാനത്തെ നൂനിന്റെ ആ ശബ്ദം നമ്മൾ ഒഴിവാക്കി. ഒരു വാക്ക് ലൈറ്റ് ആക്കുമ്പോൾ ഏകവചനത്തിൽ ഈ അവസാനത്തെ ശബ്ദം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതേപോലെ ഫെമിനിൻ ചാർട്ടിലും അതുപോലെ തന്നെ തുൻ, തൻ, തിൻ എന്നുള്ളത് തൂ, ത, തീ എന്നുള്ളതായി മാറി. അതായത് ഈ ഒരു വാക്കിനെ ലൈറ്റ് ആക്കുമ്പോൾ ഇങ്ങനെയാണ് ആ വാക്ക് ആയിത്തീരുക എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം പേരിൽ വരുമ്പോൾ ആനി, ഐനി, ഐനി എന്നുള്ളതിൽ നീ, നീ, നീ എന്നുള്ള ആ നൂൻ മൊത്തത്തിൽ എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. താനി, തൈനി എന്നുള്ളതിലും താ, തൈ എന്ന് മാത്രമായി മാറും. നമുക്ക് അറബിയിലേക്ക് പോയി നോക്കാം. മുസ്ലിമാനി എന്നുള്ളതിന്റെ നൂനിനെ മൊത്തത്തിൽ എടുത്തു കളഞ്ഞു, മൈനി എന്നുള്ളതിന്റെ നൂനിനെയും എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ബഹുവചനത്തിന്റെ മാസ്കുലിൻ ചാർട്ട് നമുക്ക് അറബിയിൽ നോക്കാം. അതിൽ ഊന എന്നുള്ളതിന്റെ നൂന് പോയി, ഈന എന്നുള്ളതിന്റെ നൂനും പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു വാക്ക് ലൈറ്റ് ആവുന്നത് എന്ന് മനസ്സിലാക്കുക. അതേപോലെ ഫെമിനിൻ ചാർട്ട് വരുമ്പോൾ അവിടെ ആത്തുൻ എന്നുള്ളത് തൻവീനാണ്. ഇവിടെ ആത്തിൻ എന്നുള്ളതിലും തൻവീനിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ തൻവീനിൽ അവസാനിക്കുന്നതിന്റെ ഒരു ദമ്മയും ഒരു കസ്റാണ് നമ്മൾ എടുത്തു കളയുന്നത്. അതായത് മുസ്ലിമാത്തുൻ എന്നുള്ളതിനെ മുസ്ലിമാത്തൂന്നാക്കി, മുസ്ലിമാത്തിൻ എന്നുള്ളതിനെ മുസ്ലിമാത്തീൻ ആക്കി. ഇപ്പൊ അറബി വാക്കിലേക്ക് നമുക്ക് നോക്കാം. മുസ്ലിമാത്തു എന്നുള്ളത് മുസ്ലിമാത്തു ആയി, മുസ്ലിമാത്തുൻ എന്നുള്ളത് മുസ്ലിമാത്തു ആയി, മുസ്ലിമാത്തിൻ എന്നുള്ളത് മുസ്ലിമാത്തി ആയി. നസബിലും ജറിലും എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ ലൈറ്റ് ആയിട്ടുള്ള വാക്കുകൾ ഇങ്ങനെയാണ് കാണുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഒരു ഹെവി ആയിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് ലൈറ്റ് ആക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. ഇപ്പൊ ഖുർആനിൽ ഒരു വാക്ക് ഇതുപോലെ മുസ്ലിമാ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിമു എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണം നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ലൈറ്റും ഹെവിയും തമ്മിലുള്ള ചാർട്ടുകൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ആ ചാർട്ടിൽ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത് നോക്കുക. അതിന്റെ വ്യത്യാസം അത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഇസ്മിന്റെ സ്ഥിരസ്ഥിതി രൂപമാണ് ഹെവി രൂപത്തിലുള്ളത്. ഒരു കാരണമില്ലെങ്കിൽ ഒരു ഇസ്മി ലൈറ്റ് ആവില്ല എന്നതാണ്. ഈ കാരണങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പിന്നീട് പുസ്തകത്തിൽ ചർച്ച ചെയ്യും. ഇതുപോലെ തന്നെ നമ്മൾ ഈ ലൈറ്റ് ഹെവിന്റെയും കൂടെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വാക്കിൽ അല്ല് വരും. അതായത് മുസ്ലിമു എന്നുള്ള വാക്ക് അല്ല് കൂട്ടി പറയുമ്പോൾ അതിന്റെ അവസാനത്തെ ശബ്ദം ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ, അതായത് തൻവീനാണ് അവസാനിക്കുന്ന ശബ്ദമെങ്കിൽ ആ തൻവീനിനെ അല്ലിന് ഇഷ്ടമല്ല എന്നാണ്. അതായത് അല്ലും തൻവീനും ഒരിക്കലും ഒരുമിക്കൂല എന്നുള്ളതാണ്. ഇപ്പൊ മുസ്ലിമുൻ എന്നുള്ള വാക്ക് അൽ മുസ്ലിമുൻ ഒരിക്കലും അറബിയിൽ നമ്മൾ പറയൂല. അൽ മുസ്ലിമു എന്നാണ് നമ്മൾ പറയുക. അതായത് അവസാനത്തെ നൂൻ ശബ്ദം എടുത്തു കളയും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾ ആ ചാർട്ട് നോക്കുമ്പോൾ ഈ മുസ്ലിമു, മുസ്ലിമ, മുസ്ലിമി എന്നുള്ളത് ലൈറ്റ് ആണ്. ഇപ്പൊ അതുപോലെ മുസ്ലിമാ, മുസ്ലിമൈ, മുസ്ലിമൈ എന്നുള്ളതും ലൈറ്റ് ആണ്. അതുപോലെ മുസ്ലിമു, മുസ്ലിമി, മുസ്ലിമി എന്നുള്ളതും ലൈറ്റ് ആണ്. പക്ഷെ അല്ല് ചേരുമ്പോൾ അല്ലിന് ഇഷ്ടമല്ലാത്തത് എന്താണ്? നമ്മൾ ആദ്യം പഠിച്ച ചാർട്ടിന്റെ തൻവീനാണ്. അതായത് ഈ ചാർട്ടില് തൻവീനാണ് അല്ലിന് ഇഷ്ടമല്ലാത്തത്. അപ്പൊ എവിടെയൊക്കെയാണ് തൻവീൻ വരുന്നത്? മാസ്കുലിന്റെ ഏകവചനത്തിലും ഫെമിനിന്റെ ഏകവചനത്തിലും ഫെമിനിന്റെ ബഹുവചനത്തിലും വരുന്നുണ്ട്. ഇപ്പൊ അല്ല് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ തൻവീനിനെ സിംഗിൾ ആക്കി മാറ്റും. തൻവീനായ ലമ്മിനെ സിംഗിൾ ദമ്മയാക്കും, തൻവീനായ ഫത്ഹിനെ സിംഗിൾ ഫത്ഹയാക്കും, തൻവീനായ കസറിനെ സിംഗിൾ ഫത്ഹയാക്കും. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അൽ മുസ്ലിമു, അൽ മുസ്ലിമ, അൽ മുസ്ലിമീനായി മാറും. അതുപോലെ അൽ മുസ്ലിമത്തു, അൽ മുസ്ലിമത്ത, അൽ മുസ്ലിമത്തി എന്നായി മാറും. ഇവിടെ ബാക്കിയുള്ളത് മുസ്ലിമാനി, മുസ്ലിമൈനി, മുസ്ലിമൂന, മുസ്ലിമീന ഒക്കെ സെയിം ആയിരിക്കും. മുസ്ലിമത്താനിയും മുസ്ലിമത്തൈനിയും ഒക്കെ അതുപോലെ തന്നെ തുടരും അല്ല് വെച്ച് കഴിഞ്ഞാൽ. അതായത് അൽ മുസ്ലിമാനി, അൽ മുസ്ലിമൈനി, അൽ മുസ്ലിമൂന, അൽ മുസ്ലിമീന, അൽ മുസ്ലിമത്താനി, അൽ മുസ്ലിമത്തൈനി എന്ന് തന്നെ നിലനിൽക്കുന്നതാണ്. പക്ഷെ അൽ മുസ്ലിമാത്തുൻ എന്നതിന്റെ കൂടെ തൻവീൻ അവസാനിക്കുന്നത് കൊണ്ട് അല്ല് വെച്ച് കഴിഞ്ഞാൽ അൽ മുസ്ലിമാത്തു, അൽ മുസ്ലിമാത്തി എന്നായി
മാറും. അതാണ് വ്യത്യാസം. അതായത് നമുക്ക് ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ല് വന്നു കഴിഞ്ഞാൽ ആ ഒരു വാക്ക് ലൈറ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് തീരുമാനിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതായത് അതിനെ നമ്മൾ ഇതിൽ പറയുന്നത് പൊരുത്തമില്ലാത്ത എന്നാണ്. ല് വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ആവുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ലി വലക്കും ഫിൽ ഖുർആനിൽ ഹകീം വനഫഅനി വഇയ്യാക്കും ബിൽ ആയാതി വദ്ദിക്രിൽ ഹകീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.